പാട്ടിന് സിനിമ കഴിഞ്ഞിട്ടൊരായുസുണ്ട്. അതെ, സിനിമയ്ക്ക് പുറത്ത് തന്നെത്താനൊരു ജീവിതം പാട്ടുകൾക്കുണ്ട്. സിനിമയിലെ ബാക്കി എല്ലാം ഒരിടത്ത് നിന്നാലും പാട്ട് പിന്നെയും കുറേ കാലം ഒരു ഹിറ്റ് പാട്ട് ഇങ്ങനെ സ്വന്തമായൊരു ജീവിതവും വേറൊരു പ്രദേശത്തേക്ക് ആ സിനിമ കഴിഞ്ഞ് പോകേണ്ട ഒരു ഉത്തരവാദിത്വം പാട്ടിനുള്ളത് കൊണ്ട് അതിനൊരു വലിയ പ്രസക്തിയുണ്ട്. സിനിമയ്ക്കുള്ളിൽ അത് എവിടെ വരുന്നു, തീർച്ചയായിട്ടും കഥേനെ എങ്ങനെ പിന്തുണയ്ക്കുന്നു. ഇത് പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഗിരീഷ് തന്നെ ഈ രാഷ്ട്രീയങ്ങൾ പൂത്താലി ചാർത്തി എന്നുള്ളതിലൊരു വരിയുണ്ട്. പാടിരുൾ വീഴ്മി നാലുകെട്ടിൽ നിന്റെ പാദങ്ങൾ തൊട്ടപ്പോൾ പൗർണമിയായിരുന്നു. ഈ രണ്ട് വരി എന്ന് പറയുന്നത് ആ സിനിമയുടെ മൊത്തം കഥയും കഥാപാത്രത്തിൻ്റെയും കഥയാണ്. അപ്പം ഇങ്ങനെയുള്ള ചില സാധനങ്ങൾ എഴുതുന്നത് കൊണ്ട് തന്നെയാണ് ആ പാട്ടുകൾ പിന്നീട് നിൽക്കുന്നത്. സുജാത ചേച്ചിയുടെ മറന്നിട്ടും എന്തിനോ എന്ന് പറയുന്നതിന്റെ അനുപല്ലവിയിലൊക്കെ എന്താ അതാണ് പറഞ്ഞത്, അറിയാതെ എന്തിനെന്നറിയാതെ ഞാൻ എന്റെ മുത്തിനെ എത്രയോ സ്നേഹിച്ചിരുന്നു. ഇതില് പുലരാൻ തുടങ്ങും ഒരു രാത്രിയിൽ തനിയെ കിടന്നു മിഴി വാർക്കവേ ഒരു നേർത്ത തെന്നൽ അലിവോടെ വന്ന് നെറുകിൽ തലോടി. പറഞ്ഞാ പോരാ, അത് പാടണം, അത് പാടണം. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴവേ പതിയെ പറന്നൻ അരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. എന്തൊരു മനോഹര വരി. അത് സംഗീതം മുന്നിൽ നിൽക്കുന്നോ ലിറിക്സ് മുന്നിൽ നിൽക്കുന്നോ എന്നിങ്ങനെ അല്ല, കോമ്പറ്റീഷനാണ്. വിദ്യാജിയും ഗിരീഷേട്ടനും തമ്മിലുള്ള കോമ്പിനേഷൻ എനിക്ക് തോന്നുന്നു മലയാള സിനിമാ സംഗീതത്തിൽ തന്നെ ഒരു സംഗീത സംവിധായകനും ഗാനരചയിതാവും തമ്മിലുള്ള ഒരു കോമ്പിനേഷനിൽ വൺ ഓഫ് ദി ഗ്രേറ്റസ്റ്റ് ആണ്. അതെ, ഗിരീഷേട്ടന് ഓരോ സംഗീത സംവിധായകൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഓരോ രീതിയിലാണ്, അങ്ങനെയും കൂടെ ഉണ്ട്. ഇപ്പം എം ജി രാധാകൃഷ്ണൻ ചേട്ടൻ്റെ കൂടെ ഇപ്പം നമ്മൾ സൂര്യകിരീടം വീണുടഞ്ഞു, അല്ലെങ്കിൽ നിലാവിൻ്റെ നീലഭസ്മ. ഇപ്പം രഘു സാറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഇപ്പം ഈ ആദ്യം പറഞ്ഞ ഒരു മഴമേഘം പോലെ, അല്ലെങ്കിൽ മിഴികളിൽ എൻ മിഴികളിൽ എന്നുള്ള ആ ഗാനം, അല്ലെങ്കിൽ കൈക്കുടന്ന നിറയെ മധുരം തരും. ഇതിനൊക്കെ ഓരോ വ്യത്യസ്തമായിട്ടുള്ള ഭാവങ്ങളുണ്ട്. ആ സംഗീത സംവിധായകൻ്റെ സംഗീതവും അത് ആ സിനിമയുമായിട്ടുള്ള ബന്ധവും ഇതെല്ലാം കൂടെ ചേർന്ന് ഗിരീഷേട്ടൻ പുതുതായിട്ട് അവിടെ പൂത്തിലെയാണെന്ന് തോന്നുന്നു. കാരണം അല്ല, അതിൻ്റെ ഒരു ചേട്ടൻ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്. അത് നമ്മൾ ശ്രദ്ധിച്ചാലേ, ലക്ഷ്മികാന്ത് പാരേലാല് വന്നിട്ട് പൂനിലാമഴ എന്ന് പറഞ്ഞ പടം ചെയ്യുന്നതിനകത്ത് ആട്ടുതൊട്ടിലൊക്കെ പുത്തഞ്ചേരി സാറാണ്. ബപ്പി ലഹരി വന്നിട്ട് ഒരു ആതിരെ നീയല്ലാതാരുണ്ടെന്നെ ചന്ദനം ചാർത്തുക എന്നൊക്കെ പറയുന്ന ഒരു പാട്ടുള്ളത് പുത്തഞ്ചേരി സാറാണ്. AR റഹ്മാൻ ദിൽസയുടെ ഇടയിൽ ഒരു 4 വരി പുഞ്ചിരി തഞ്ചി കൊഞ്ചിക്കോ മുത്തിരി മുന്തല ചിത്തിക്കോ ഈ സാധനം എഴുതാൻ വരും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഈ അന്യഭാഷാ മ്യൂസിക് ഡയറക്ടർമാർക്ക് ഇവിടുത്തെ ലിറിസിസ്റ്റിന്റെ പിന്തുണ അല്ലെങ്കിൽ വലിയ പാടാ. നമ്മുടെ ഒരു കൺവെൻഷനായ സ്വഭാവത്തിലായിരിക്കില്ലോ. രാജാ സാറുമായിട്ടുള്ള ഗിരീഷേട്ടൻ്റെ പാട്ടുകൾ നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഉള്ള ഒരു ഭാഷയും അതിന്റെ പ്രയോഗവും എല്ലാം വളരെ വ്യത്യസ്തമാണ്. ആറ്റിറമ്പിലെ കുമ്പിലെ ചെമ്പുവേ പൂവേ ഇതെല്ലാം വർക്ക് ചെയ്തിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് ചില പാട്ടുകളൊക്കെ പാടി, കണ്ടടാ ഇങ്ങനെയാണ് പാട്ടുണ്ടാക്കുന്നത്, അങ്ങനെ പറയും. അപ്പൊ ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ചേട്ടാ. അപ്പൊ അങ്ങനെയാണ് ഒരു പാട്ട് വിദ്യാജി ചെയ്ത് ഒരു ഉഗ്രം പാട്ട് എന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞ ഗിരീഷേട്ടാ ഒന്ന് പാടിക്കുന്നു. കേട്ടോ. ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളെ. ഞാൻ പറഞ്ഞു കൊള്ളാലേ, ലിറിക്സും നല്ല മ്യൂസിക്കും. പക്ഷെ ആ പ്രോജക്റ്റ് നടക്കുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഗിരീഷേട്ടനോട് പറഞ്ഞു, ഗിരീഷേട്ടാ എനിക്ക് തരുമോ ഈ ലിറിക്സ്? അപ്പോൾ പറഞ്ഞു തരാം, പക്ഷെ നീ നല്ല ട്യൂൺ ഉണ്ടാക്കണം. ഒരൊറ്റ അവസരം നിനക്ക് തരും, ഒന്നേ ഉള്ളൂ, ഒരൊറ്റ അവസരം. നീ ഇപ്പൊ ഉണ്ടാക്കുകയാണെങ്കിൽ തരാം. അപ്പൊ വിജിതം ചേട്ടനുണ്ട്, ജൂണിലെ നിലാമഴയിൽ നാണമായി നനഞ്ഞവളേ എന്ന് പാടിയപ്പോ ഒന്നും ഒരു റിയാക്ഷൻ ഇല്ല. അപ്പൊ ഞാൻ എന്നാ നീ പാട്ടെത്തോ. നമ്മൾ തമ്മിൽ എന്ന് പറയുന്ന പടത്തിലെ ഗീതു മോഹൻദാസൊക്കെ അഭിനയിച്ചൊരു പാട്ടാണ് ജൂണിലെ നിലാമഴയില്. ഇത് പട്ടാളം എന്ന് പറയുന്ന സിനിമയിലാണ് അതായിട്ട് മാറി പുലർമഴയിൽ വന്നത്. രണ്ടും സുജാ ചേച്ചിയാണോ പാടിയത്? എനിക്ക് സംശയം ഉണ്ടല്ലോ. ദാസാറും സുജാ ചേച്ചിയും 2 പാട്ടുണ്ട്. അത് അതിനിടയിലും കാര്യം, ഇത് 2 പടത്തിൽ 2 ട്യൂൺ 2 വരിയായിട്ട് പോയെങ്കിലും പാട്ട് നിങ്ങളുടെ 2 പേരും തന്നെയാണ് പാടിയേക്കുന്നത്. അത് നമുക്കത് ജൂണിലെ നിലാമഴ ഒരു 4 വരി കേട്ടാലോ ഇതിനെ കുറിച്ച് പറഞ്ഞ സ്ഥിതിക്ക്? തീർച്ചയായിട്ടും. എനിക്ക് ഇയാളുടെ ഭയങ്കര ഇഷ്ടമുള്ള പാട്ടാണ് ജൂണിലെ നിലാമഴ. അതില് ആക്ച്വലി
ഞാൻ നേരത്തെ ആദ്യം പറഞ്ഞു ഗിരീഷിനെ അധികം നമ്മൾ സ്റ്റുഡിയോയിൽ കാണാറില്ല. ഇവരൊക്കെ പറഞ്ഞ് ഓരോ കമ്പോസിങ്ങിന്റെ സമയത്തെ കഥകളൊക്കെ പറഞ്ഞിട്ട് ആ ഒരു ക്യാരക്ടർ നമുക്ക് അറിയുള്ളൂ. വല്ലപ്പോഴും ഫ്ലൈറ്റിൽ പോകുമ്പോൾ വല്ല ഫംഗ്ഷന് പോകുമ്പോഴേ അങ്ങനെ കാണുള്ളൂ. അതിൽ തന്നെ വേറൊരു പാട്ടുണ്ട് നമ്മൾ തമ്മിൽ, പ്രിയനെ ഉറങ്ങിയില്ലേ, പ്രിയനെ ഉറങ്ങിയില്ലേ, വെറുതെ പിണങ്ങിയില്ലേ, പുലരെ കരഞ്ഞുവല്ലേ, ഹൃദയം മുറിഞ്ഞു അല്ലേ. അത് സിനിമയിൽ പിക്ചറൈസ് ചെയ്തില്ലാന്ന് തോന്നുന്നു ആ പാട്ട്. പക്ഷെ ഒരു അവാർഡ് നൈറ്റിന് പോയപ്പോൾ എൻ്റെ അടുത്ത് ഓഡിയൻസിൻ്റെ ഇടയിൽ നിന്ന് വന്നു, ബാക്ക് സ്റ്റേജിൽ വന്നിട്ട്, അത് റെക്കോർഡിങ് കഴിഞ്ഞിരിക്കുന്ന സമയം, എനിക്കൊന്ന് ജയൻ അയച്ചു കൊടുത്ത സമയമാണ് പുള്ളിക്ക് കേൾക്കാൻ വേണ്ടി. സുജു, ഞാൻ നീ ഭയങ്കരമായിട്ട് പാടിയിട്ടുണ്ട് പ്രിയനെ ഇറങ്ങിയില്ല എന്ന് പറഞ്ഞു. സാധാരണ ഒരു പാട്ടിന് ഞാൻ അങ്ങനെ ഒരു കോംപ്ലിമെന്റ്, അതെ. അപ്പോൾ ആ പാട്ട് എനിക്ക് അതുകൊണ്ട് അദ്ദേഹത്തിന് ഇഷ്ടമുള്ള പാട്ടെന്ന് പറഞ്ഞുകൊണ്ട് എപ്പോഴും അതിനൊരു സ്പെഷ്യൽ ഇമോഷനാണ് ആ പാട്ടിന്. നല്ല പാട്ടായിട്ടാ ചെയ്യണം ആ പാട്ട്, ഭയങ്കര രസമാണ് ആ പാട്ട്. ചില നല്ല പാട്ടുകൾ അങ്ങനെ സിനിമയാവാതെയും സിനിമയിലില്ലാതെയും ഉണ്ട്. അതെ, അതിലത്തെ ജൂണിലെ ആൾക്കാർക്ക് അറിയാവുന്ന, കൂടുതൽ അറിയാവുന്ന പാട്ട് അതാണ്. മിസ് ചെയ്യണു ഗിരീഷിനെ. അല്ലാതെ ഇതില് ഈ ഫീമെയിൽ പോർഷനാണ് നനഞ്ഞു നിൽക്കെ, മെയില് നനഞ്ഞവളെ എന്നുള്ള വിളിയാണ്. അത് ഒരു പ്ലാന്റ് പരിപാടികളായിട്ട് തന്നെ ഫിക്സ് ചെയ്യുന്നത്. ഒരു സെക്കൻഡാണ് ഫീമെയിൽ നനഞ്ഞു നിൽക്കുന്ന എഴുത്. എനിക്ക് എപ്പോഴും ഓർമ്മയുള്ളത് ഈ മറന്നുപോ പൂമകളെ എന്നുള്ളത്. അപ്പൊ അത് ലോയി സാർ പറഞ്ഞു, ഓൾറെഡി ജയന്റെ ഒരു പാട്ടുണ്ട്, അതാണ് എനിക്ക് വേണ്ടത്. അപ്പം ഞാൻ പറഞ്ഞു, അത് ഏത് സാർ? അത് കണ്ണുനട്ട് കാത്തിരുന്നിട്ടെന്നുള്ള പാട്ട് തന്നെ എനിക്ക് വേണം. അപ്പം ഞാൻ പറഞ്ഞു, അത് ഒരുപാട് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലേ. അപ്പോൾ പറഞ്ഞു, അങ്ങനെയല്ല, അത് വേണം എന്ന് പറയാം. അപ്പം ഞാൻ ചുമ്മാ ഇങ്ങനെ പാടി, കണ്ണ് നട്ട് കാത്തിരുന്നു എൻ്റെ കരളിൻ്റെ കിളിമകളെ, ഇങ്ങനെ പാടി. അപ്പോൾ ഗിരീഷേട്ടൻ വന്നപ്പോഴത്തേക്കും ട്യൂൺ ചെയ്തടാ. അപ്പം ഞാനിത് പാടി. അപ്പോൾ പറഞ്ഞു, എടാ നീ ഗിരീഷ് കുട്ടഞ്ചേരി, പിന്നെ നീ എൻ്റെ പാട്ട് എന്തിനു മോഷ്ടിക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, ഗിരീഷേട്ടൻ എന്തെങ്കിലും എഴുതും. അപ്പം ഇങ്ങനെ ആലോചിച്ചു, ആരോ പറഞ്ഞു കൊടുക്കുന്നത് പോലെയാണ് ഗിരീഷേട്ടൻ പലപ്പോഴും പാട്ട് എഴുതുന്നത്. മറന്നുവോ പൂമകളെ എന്ന് പാട്. മറന്നുവോ പൂമകളെ, എല്ലാം മറക്കുവാൻ നീ പഠിച്ചോ, അകലേക്ക് ഒഴുകുന്ന പുഴയാം നിന്നെ ഞാൻ മനസ്സിൽ തടഞ്ഞു വെച്ചു. പാട്. ഇങ്ങനെയാണ് ആരോ പറഞ്ഞു കൊടുത്ത പോലെ. അപ്പൊ അത് മനസ്സിൽ തടഞ്ഞു വച്ചു, അതുവരെ എത്തി. ചുമ്മാ വെറുതെ ചേർത്തോടാ, അങ്ങനെയാണ് വെറുതെ മറന്നുപോ പൂമകളെ. അപ്പൊ അതൊക്കെ വെറുതെ എന്ന് പറയുന്ന വാക്ക് പോലും വെറുതെ അല്ലാതെ ഉപയോഗിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇപ്പൊ പണ്ട് അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ അതിൽ ഒരു മാത്ര വെറുതെ നനച്ചു പോയെന്ന് ONV സാർ എഴുതിയത് പോലെ. അപ്പൊ ഗിരീഷേട്ടൻ ഇങ്ങനെയുള്ള എന്താണ് ഒരു, ഞാൻ പറഞ്ഞ പോലെ ആരോ പറഞ്ഞു, ഇവിടെ നിന്നോ നമ്മൾ വിശ്വസിക്കുന്ന ഒരു ദൈവം എന്ന് പറയുന്ന അവിടെ നിന്ന് കിട്ടുന്ന എന്തോ ഒരു വരദാനമായിട്ടാണ് ഈ പാട്ടുകളൊക്കെ വരണമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് എങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത്. അത് എഴുതാൻ പറ്റുകയും നമുക്ക് ഒരുപാട് ആലോചനയില്ലാതെ അത് ഫിക്സ് ചെയ്യാൻ പറ്റുകയും, അല്ലെങ്കിൽ രണ്ടാമത് ആലോചിക്കുമ്പം വേണ്ട ആദ്യത്തെ തന്നെ മതി എന്ന് പറയുന്ന അവസ്ഥയിലേക്ക്. അത് സംഗീതമായിട്ടുള്ള ബന്ധം പാട്ടുകാരനും കൂടി ആയതുകൊണ്ട് അല്ലേ സാർ? അതിൻ്റെ അകത്ത് ഒരു കാര്യം പറഞ്ഞു വന്നപ്പോഴേ ഗിരീഷ് എന്നോട് തന്നെ പലപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്. ചില പാട്ടുകളുടെ സിറ്റുവേഷനൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പാട്ട് ഞാൻ എഴുതാം എന്ന് പറഞ്ഞിട്ടിരിക്കുമ്പോൾ ഗിരീഷ് കണ്ണടച്ചിരിക്കുന്നത് ഞാൻ ചോദിക്കും, ദൈവമല്ല, എൻ്റെ മനസ്സിൽ കുറേ ദൈവങ്ങളുണ്ട്. അതൊന്ന് വയലാറ്, ഭാസ്കര മാഷ്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഒരു സിറ്റുവേഷൻ പറയുമ്പോൾ ഞാൻ വയലാറിനെ ഓർക്കും. ഞാൻ എൻ്റെ മനസ്സിൽ വയലാറിൻ്റെ മനസ്സുകൊണ്ട് സാഷ്ടാംഗം പ്രണമിച്ചിട്ടാണ് ഞാൻ എഴുതാതിരിക്കുന്നത്. അപ്പോൾ വയലാർ എന്താണ് എഴുതിയിട്ടുള്ളത് നമുക്ക് തന്നിട്ടുള്ളത്, അത് വരും എന്നാണ് പുള്ളി പറഞ്ഞത്. അതുപോലെ തന്നെ ചില സിമ്പിളായിട്ടുള്ള ചില കാര്യങ്ങൾ, അങ്ങനത്തെ ഉള്ള പ്രണയത്തിൻ്റെ ചില ഇതുള്ള, അപ്പോൾ ഞാൻ ഭാസ്കര മാഷ് ഓർക്കും. അതല്ല വേറൊരിതാണ്, ഞാൻ ONV സാറിന് ഓർക്കും. അപ്പോൾ പുള്ളിയുടെ ദൈവങ്ങൾ എന്നൊക്കെ പറയുന്നത് അതൊരു വല്ലാത്ത കാര്യമാണ്. പുള്ളി, എനിക്ക് തോന്നുന്നത് പുള്ളിയുടെ ആ ഒരു അനുഗ്രഹം. എനിക്ക് ഇത് പറയുമ്പോൾ വളരെ ഇമോഷണലായിട്ടുള്ളൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. ഇടക്കാലത്ത് ഗിരീഷിന് അസുഖങ്ങളൊക്കെ വന്ന സമയത്ത് എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ടായിരുന്നു, വയലാർ 48ാമത്തെ വയസ്സിലാണ് മരിക്കുന്നത്. എല്ലാവർക്കും അറിയാലോ. 50 തികഞ്ഞില്ല, ഞാനും 50 തികയ്ക്കില്ല എന്ന് എന്നോട് ഗിരീഷ് പലപ്പോഴും പറഞ്ഞു. ഞാൻ വഴക്ക് പറഞ്ഞിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട്.